പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം PV അൻവർ തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമ്മുടെ ചെറിയൊരു ശാരീരിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് മാറിയോ? ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൂടെയൊക്കെ സത്യപ്രതിജ്ഞാ സമയത്ത് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായില്ല, ഒരുപാട് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അത് ഞാൻ അങ്ങയുമായി സംസാരിച്ചതിന് ശേഷം പിന്നീട് പ്രേക്ഷകരോട് പറഞ്ഞു. ഇപ്പോൾ എല്ലാം ഭേദമായോ? അതെ. ഒരു 90% ഓക്കെ. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്. നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ ഒക്കെ വളർച്ച സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. PV അൻവർ, എനിക്ക് തോന്നുന്നു PV അൻവറിനെ പോലെയൊക്കെയുള്ള ഈ തുറന്നു പറയുന്ന കുറെ ചെറുപ്പക്കാരും കുറെ നേതാക്കളും ഒക്കെ CJPയുടെ ഒപ്പം ചേർന്നാൽ CJPക്ക് ഒരു ഉണർവായിരിക്കും എന്നുള്ളതാണ്. എന്താ അഭിപ്രായം? നമുക്ക് നോക്കാതെ എങ്ങോട്ടാ പോകുന്നതെന്ന്. അവരുടെ ആശയങ്ങളൊന്നും കുഴപ്പമില്ല, നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തട്ടെ. നമ്മളിപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിലൊരു അഭിപ്രായം പറയുന്നത് എങ്ങോട്ട് പോകും, എന്താണ് ഇതിൻ്റെ പിന്നിലൊന്നും അറിയുന്നില്ല. യാഥാർത്ഥ്യമാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് എത്തിയാൽ, നമ്മളിപ്പോൾ ഗൺമാന്മാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പരിശോധിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ പേര് നമ്മൾ കേൾക്കുന്നത്, ADGP MR അജിത് കുമാർ. ഇത്തവണ കുറച്ചുകൂടി സീരിയസ് ആണ്. അങ്ങ് ഉന്നയിച്ച വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പൂരം കലക്കലിൽ ദത്താത്രേയ ഹൊസബളയെ കണ്ടത്, നേരത്തെ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മറ്റേ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടയാളെ അയാളുടെ ചുമതലയുണ്ടാവാതിരുന്നിട്ടും ബന്ധപ്പെട്ടത്, ശബരിമലയിലെ ട്രാക്ടറിലൂടെ യാത്ര ചെയ്തത്, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുടെ തുടർച്ചയായിട്ട് ഈ വിഷയത്തിലും MR അജിത് കുമാറിൻ്റെ പേരാണ്. അതും ചെറിയ കാര്യമല്ല. അത് ഒരു IPS ഉദ്യോഗസ്ഥ തന്നെ മൊഴി കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം നിർബന്ധിച്ച റിപ്പോർട്ട് തിരുത്തിയിരിക്കുന്നു എന്നുള്ളത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളത് കൊണ്ടാണോ, അതല്ല അങ്ങ് പറയുന്നത് പോലെ MR അജിത് കുമാർ ആ അർത്ഥത്തിൽ ഭരണകൂടത്തിലെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നോ? നടപടി വരാൻ സാധ്യതയുണ്ടോ PV അൻവർ ഭരണം മാറിയ സാഹചര്യത്തിൽ? അല്ല, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാൻ ഇതിൽ കേരള ജനത ഇത് ആകെക്കൂടി തൂക്കി വായിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞു വന്നത് കഴിഞ്ഞ 2 വർഷമായി പറഞ്ഞു വന്ന ഒരു ഒറ്റ പോയിന്റ്, ഒരു വേർഡ്, ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ എന്നായിരുന്നു. നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ലാത്തിച്ചാർജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ തന്നെ അദ്ദേഹം എടുത്ത നിലപാട് വളരെ പച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഡോക്ടർ, ഇദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിലെ പോലീസിനെ ഈ കോലത്തിലേക്ക്, ഈ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷത്തെ ഈ കോലത്തിൽ എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഭരണാധികാരിയായിരുന്ന മുഖ്യമന്ത്രിയെയും ശശിയെയും കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, താങ്കൾ സൂചിപ്പിച്ച അതേ വാക്ക്, രാജാവിനേക്കാളും രാജഭക്തി കാണിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ നിരവധിയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ടുണ്ടായ ഒരുപാട് പ്രതിസന്ധികൾ ഈ നാട്ടിലുണ്ട്. ജനങ്ങളുടെ മാത്രമല്ല, ഇപ്പോൾ റിദാൻ ബാസിൽ കേസായാലും, മാമി കേസായാലും, കാലിക്കറ്റ് എയർപോർട്ടിലെ സ്വർണം പൊട്ടിക്കൽ കേസായാലും, സുജിത് ദാസ്, ADGP അജിത് കുമാർ, ഹരിശങ്കർ തുടങ്ങിയിട്ട് ചില ഉദ്യോഗസ്ഥർ, ഇനിയും 2-3 പേരും കൂടെ ഉണ്ട്. ഇവരുടെ ഒരു മൂവർ സംഘമായിരുന്നു സത്യത്തിൽ കേരളത്തിലെ പോലീസിനെ ഈ കോലത്തിലാക്കിയത്. ഏത് കേസും അവർ തിരുത്തിക്കും, ഏത് ഡോക്യുമെൻറ്റും അവർ തിരുത്തിക്കും. ഇപ്പോൾ ഈ കേസിൽ തന്നെ DYSPയെ 3 ദിവസം വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് റൂം എടുപ്പിച്ച് അദ്ദേഹത്തോട് ബലമായി ഈ കേസ് തിരുത്തിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പറ്റിയ സമയമാണ്, അതുകൊണ്ട് ഇത് തിരുത്തി മറ്റൊരു റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ്. അതൊരു ദുരന്തത്തെ പോലും മറയാക്കി എന്നാണ്. അല്ലാതെ അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്, ഞാൻ ഈ നൊട്ടോറിയസ് ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് അതാണ്. കേരളം ഒട്ടാകെ വയനാടിൻ്റെ പ്രതിസന്ധിയിൽ കരഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് മറ്റൊരു ചിന്തയൊന്നുമില്ല. ആ ഘട്ടത്തിൽ തന്നെ കറക്റ്റായിട്ട് നീ ഇത് റെഡിയാക്കിക്കൊണ്ട് അതുകൊണ്ട് ഒരു പ്രയാസം വരാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആംഗിൾ ഇതിനപ്പുറമാണ് ഡോക്ടർ അരുൺ. കാരണം ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അജിത് കുമാറിൻ്റെ സ്വന്തം അഭിപ്രായത്തിലാവില്ലല്ലോ ഈ കാര്യങ്ങൾ നടന്നത്. ആ ഗൂഢാലോചന എങ്ങോട്ടാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഇഷ്യൂ ആകുമെന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർക്കപ്പെട്ടാൽ അത് ഗവൺമെൻറ്റിന് ഡാമേജ് ഉണ്ടാകുമെന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ SITയുടെ ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, പ്രത്യേകിച്ചും P ശശിയുമായിട്ടുള്ള ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾസ്, റെക്കോർഡ്സ്, വോയിസ് റെക്കോർഡ്
നമ്പർ എടുത്തിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഒരു ADGPയുമായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി സംസാരിക്കും, അത് ആ ആംഗിളിൽ പോകും. പക്ഷേ ആ ഒരു പീരീഡിലെ ഒരു മാസത്തെ ഇവരുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 120B എന്ന് പറയുന്ന സെക്ഷൻ, ഈ പറയുന്ന ഗൂഢാലോചന സെക്ഷനിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്നത് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു കേസ് SIT അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കണം, ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം. അതിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള അന്വേഷണം SIT നടത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്തതല്ല എന്ന് തന്നെയാണ് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് P ശശി പറയാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവാതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഈ DYSPയുടെ അടക്കമുള്ള മൊഴികൾ തിരുത്തിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ അജിത് കുമാർ മുതിരില്ല എന്നാണ്. 100% ഒരു കൂടിയാലോചനയും ആ കൂടിയാലോചനയുടെ ഭാഗമായിട്ടൊരു ഗൂഢാലോചനയും ഉണ്ടാകും. അജിത് കുമാറിനെ സംബന്ധിച്ച് ഒരു പോലീസ് ഓഫീസറെ ഈ കേസിലൊരു സസ്പെൻഷനിൽ നിന്ന് രക്ഷിക്കുക എന്ന മോട്ടീവ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം സസ്പെൻഡ് ചെയ്ത നിരപരാധികളായ പോലീസ് ഓഫീസർമാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ തൊട്ടിട്ട് ഏറ്റവും ഉയർന്ന IPS ഉദ്യോഗസ്ഥൻ വിജയനെ അടക്കം സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത നിലപാട് നമുക്കറിയാലോ, അദ്ദേഹം നടത്തിയ നടപടി നമുക്കറിയാലോ. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊറയിൽ നഷ്ടപ്പെടും, അദ്ദേഹത്തിൻ്റെ കുടുംബം നഷ്ടപ്പെടുമെന്ന ധാർമ്മിക വികാരത്തിൽ നിന്നല്ല അജിത് കുമാർ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത്. അവനെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടണം. ഈ രണ്ട് ആംഗിളേ ഉള്ളൂ. ആ രണ്ട് ആംഗിൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ കേസാണ്. എല്ലാ ഇടപാടുകളിലും ഒരു തുറന്ന അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ ഈ ഘട്ടത്തിലും താങ്കൾ? തീർച്ചയായിട്ടും. ഞാൻ അന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ 6-7 വിഷയങ്ങളുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ട് ഒന്നിലും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ക്ലീൻ ഷീറ്റുണ്ട്. അതിപ്പോൾ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പുനരന്വേഷണം വരേണ്ടതുണ്ട്. ആ പുനരന്വേഷണം കൃത്യമായും സുജിത് ദാസിനെ കുറിച്ചും അജിത് കുമാറിനെ കുറിച്ചും നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഡോക്ടറെ, അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് എന്നെ വിളിച്ച് സംസാരിച്ചത് 1 മിനിറ്റും 2 മിനിറ്റും അല്ല, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, എത്ര ദിവസങ്ങളോളം. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങളിൽ എത്തണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അന്ന് ആ ഫോൺ കോൾസ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ആ ഫോൺ കോൾസ് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, എന്നോട് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വളരെ വേഗമായിട്ടുള്ള റീസൺ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിവിടെ അന്വേഷിക്കേണ്ട. ഇവിടുത്തെ ഈ ഫോറൻസിക് സംവിധാനങ്ങൾ മറ്റും ഒരു മനുഷ്യൻ്റെ, ഒരു പ്രതിയുടെ ഒരു മുടി കിട്ടിയാൽ ആ പ്രതി ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ പോയി കണ്ടുപിടിക്കുന്ന കേരളത്തിൻ്റെ പോലീസ് മണിക്കൂറുകൾ ഒരു SP എന്നോട് സംസാരിച്ചിട്ട് അത് ഫോൾസാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രീതിയാണ്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ശ്രീ PV അൻവർ. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, പുനരന്വേഷണം വേണം സുജിദാസിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ എന്നാണ് PV അൻവർ പറയുന്നത്. താങ്ക് യു PV അൻവർ. PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പലതും പിന്നീട് തെളിഞ്ഞു വരുന്നത് കണ്ടല്ലോ എന്നുള്ളതാണ് PV അൻവർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് MR അജിത് കുമാറിൻ്റെ ഇടപെടൽ. DYSPയുടെ മൊഴി തിരുത്തിക്കുക, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അത് തിരുത്തിക്കുക, അതിനുശേഷം വയനാട് ദുരന്തം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളുടെ റിപ്പോർട്ട് മാറ്റി എഴുതാമെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. തീർച്ചയായിട്ടും കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. അക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരണം, അത് ഏത് ഉന്നതനാണെങ്കിലും.